നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ഞാനിതുവരെ ട്രൈ ചെയ്ത് നോക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെസിപ്പികളിലൊന്നാണ്. ഇത് ഞാൻ ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മാർക്കറ്റിൽ കിട്ടുന്ന കുക്കിംഗ് ചോക്ലേറ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വൈറ്റ്, ഡാർക്ക്, മിൽക്ക് അങ്ങനെ 3 ടൈപ്പ് ചോക്ലേറ്റ് കിട്ടും. സാധാരണ നമ്മുടെ മിൽക്കി ബാറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഈ ചോക്ലേറ്റിന്. അപ്പോൾ ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ബട്ടറാണ്. ഇപ്പോൾ 200 ഗ്രാം ബട്ടറാണ് നമുക്ക് ആവശ്യം. ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണമെന്നില്ല, കാരണം നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ബട്ടറും ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ ആദ്യം വെള്ളം വെച്ച് ചൂടാക്കി. ഞാൻ വെള്ളം ചൂടാവുമ്പോൾ ഇതുപോലെ ആ പാത്രം നമ്മൾ ചോക്ലേറ്റും ബട്ടറും വെച്ചിട്ടുള്ള പാത്രം അതിന് മുകളിൽ വെച്ച് കൊടുക്കണം. നമ്മൾ താഴെയുള്ള വെള്ളത്തിൽ തട്ടാതെ വേണം ഈ മുകളിലെ പാത്രം ഇരിക്കാനായിട്ട്. ആ താഴെയുള്ള വെള്ളത്തിൽ നിന്ന് വരുന്ന ആവി കൊണ്ട് വേണം മെൽട്ടായി കിട്ടാനായിട്ട്. മീഡിയത്തിലും ലോയിലും മാറ്റി മാറ്റി വെച്ചിട്ട് വേണം നമ്മളിത് മെൽട്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റിനും കൂടുതൽ എടുക്കും നമുക്കിത് നന്നായിട്ട് മെൽട്ടായി കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മെൽറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് വെയറാണ് എടുക്കുന്നതെങ്കിൽ അത് ഹീറ്റ് പ്രൂഫ് ആയിട്ടുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമുക്ക് മൈക്രോവേവിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പാത്രം വേണം, അല്ലെങ്കിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ഗ്ലാസിൻ്റെ പാത്രമാണെങ്കിൽ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മാറ്റി വെച്ച് നന്നായി തണുത്തതിന് ശേഷം വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാക്കി മിക്സിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 240 ഗ്രാം ഗോതമ്പ് പൊടിയുണ്ട്. അതായത് ഞാൻ എൻ്റെ മെഷറിംഗ് കപ്പിൽ 1.25 കപ്പാണ് എടുത്തത് ഗോതമ്പ് പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ തന്നെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച് ചോക്ലേറ്റും ബട്ടറും കൂടിയിട്ടുള്ള മിക്സ് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 4 മുട്ടയാണ്. അപ്പോൾ ഓരോന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു മുട്ട ചേർത്തു. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലത്തെ വിസ്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർക്ക് വെച്ചിട്ടോ തടിത്തവ വെച്ചിട്ടോ ചെയ്യാവുന്നതാണ് മിക്സിങ്. ഇനി ബാക്കിയുള്ള 3 മുട്ട കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവുണ്ടാവും നമ്മുടെ ഈ മിക്സ് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. 4 മുട്ടകൾ കൂടി ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് മിക്സ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്. ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കേക്ക് ശരിക്കും ബേക്കായി കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വീട് ഫുള്ളുണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ശർക്കര പൊടിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ 1.5 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. നമ്മളിതിൽ വൈറ്റ് ചോക്ലേറ്റ് ചേർക്കുന്നത് കൊണ്ട് അത്യാവശ്യം മധുരം ഉണ്ടാവും കേക്കിന്. അപ്പോൾ അതുകൂടാതെയാണ് ഞാനിപ്പോൾ 1.5 കപ്പ് ശർക്കര പൊടിച്ചത് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കുറവും മതിയെങ്കിൽ ഒരു 1.25 കപ്പൊക്കെ ചേർത്താലും മതി. ഞാൻ കാണിച്ചോളൂ മെഷറിംഗ് കപ്പ്, അതിലാണ് 1.5 കപ്പ് ചേർക്കുന്നത്. ഇത് എത്ര ഗ്രാമാണെന്നുള്ളത് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാമിൻ്റെ മെഷർമെൻറ്റ് അറിയണവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടിയും ബേക്കിംഗ് പൗഡറും കൂടിയിട്ടുള്ള മിക്സാണ്. അത് ഇതുപോലെ അരിപ്പയിലൂടെ അരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇത് 2-3 ട്രിപ്പായിട്ടാണ് ചേർക്കുന്നത്. കുറേശ്ശെയാണ് അരിച്ച് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇളക്കി യോജിപ്പിക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. കട്ട പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 2-3 ട്രിപ്പായിട്ട് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം.
നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നാൽ മാത്രമേ കേക്ക് കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാൻ ഈ പൊടി മുഴുവൻ ഇതുപോലെ അരിച്ച് ചേർത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണുള്ളത് വെച്ചെങ്കിൽ അതെടുക്കുക. ഇനി അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഞാൻ എപ്പോഴും ബട്ടർ തേച്ച് ആ ടിന്നൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ കുറച്ച് ബട്ടർ തൂവി കൊടുത്തു. ഇനി ഇത് ഫുള്ള് നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കണം പാത്രത്തിൽ. അപ്പോൾ ഞാൻ നന്നായി പുരട്ടിയെടുത്തു. ഇനി അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇതുപോലെ തൂവി കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ട് തട്ടിയെടുക്കണം. സൈഡുകളിലൊക്കെ ഇതുപോലെ എല്ലായിടത്തും ഗോതമ്പ് പൊടി നന്നായിട്ട് തട്ടിയെടുക്കണം. കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്കൊന്നും ഒരിക്കലും നമ്മുടെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കില്ല. ബട്ടർ പേപ്പർ ആകുമ്പോൾ ഈ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടൊക്കെ വേണം വെക്കാൻ. അപ്പോൾ അതിന് എളുപ്പമായിട്ട് എനിക്കിതാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ സ്റ്റൗ ടോപ്പിൽ ചെയ്യുന്നവരാണെങ്കിൽ സ്റ്റൗ ടോപ്പിൽ ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ള പോലെ തന്നെ ആദ്യം പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ബാറ്റർ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നോൺ സ്റ്റിക്കിലല്ല, സാധാരണ അലുമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിൽ ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ ഉപ്പിട്ടിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ച് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. ഓവനിലാണ് കാണിക്കണേ. അപ്പോൾ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാനായിട്ട് ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഒന്ന് ഓഫ് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബേക്ക് ചെയ്യാനായിട്ട് കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ അത് പ്രീ ഹീറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഓവൻ തുറന്ന് പാത്രം ബേക്ക് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇനി ഇതിലേക്ക് 180 ഡിഗ്രിയിൽ ഞാൻ ഒരു 40 മിനിറ്റാണ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതുപോലെ എൻ്റെ ഓവനിൽ ഇതുപോലെ 3 ഓപ്ഷനാണുള്ളത്. ഫസ്റ്റത്തേൽ നമുക്ക് എത്രയാണ് ടെമ്പറേച്ചർ കൊടുക്കണം, സെക്കൻഡ് ഏതാണ് ചെയ്യേണ്ടത്, ബേക്കിംഗ് ആണോ, അങ്ങനെ. അപ്പോൾ ബേക്കിംഗ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. തേർഡിൽ ടൈമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഇത് രണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് 2 നോബും ലാസ്റ്റ് നോബും മാത്രമാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരിക. അതായത് ടൈം മാത്രമാണ് ലാസ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടി വരിക ബേക്ക് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ. അപ്പോൾ അത് ഞാൻ 40 മിനിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഗ്യാസ് സ്റ്റൗവിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം 10 മിനിറ്റ് പാത്രം പ്രീ ഹീറ്റ് ചെയ്യുക. അതിന് ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുക്കുക. 40 മുതൽ 45 മിനിറ്റ് വരെ എടുക്കും നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം ഒരു 40 മിനിറ്റ് വെച്ച് നോക്കും. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അതിനുശേഷം 40 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നടുവിൽ കുത്തി നോക്കുക. അപ്പോൾ അത് ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് ആവാറായി. കേക്കൊക്കെ അത്യാവശ്യം പൊന്തി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഓവൻ ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തുറക്കാം. കേക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. നമ്മുടെ ഈ കേക്ക് അത്യാവശ്യം നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ സൈഡ്സൊക്കെ ഒന്ന് വിടിച്ചെടുക്കാം.
പതുക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതാകെ കട്ടായി പോവും കേക്ക്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് ഷീറ്റിലേക്കോ നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് അടർത്തിയെടുക്കാം. ഇതിന് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കേക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു 3-4 ദിവസം ഇരുന്നോളും കേക്ക്. അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഷേപ്പ് പാത്രം ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഷേപ്പിൽ ചെയ്തെടുത്തു എന്നുള്ളൂ. നിങ്ങൾക്ക് റൗണ്ടോ ഏതാണ് ഷേപ്പ് ഉള്ളതെങ്കിൽ അത് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിന് ബേക്ക് ചെയ്യാനായിട്ട് പാത്രത്തിൽ ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പകുതി മാത്രമേ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. കാരണം അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ, കാരണം നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർക്കുന്നതുകൊണ്ട് പാത്രത്തിൽ പൊന്തി വരും. അപ്പോൾ അതുകൊണ്ട് പാത്രത്തിന് മുകളിൽ പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പകുതിയിലും കൂടുതൽ ബാറ്റർ ചേർക്കരുത്. ഇതിപ്പോൾ ഞാനിതുപോലെ ഒന്ന് വെറുതെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാണ് അതിന് മുകളിലൂടെ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഈ കേക്കിന് ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഫോട്ടോയിലൊന്നും ഭംഗി ഉണ്ടാവാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.